എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ഉണർവില്ലല്ലേ? തണുപ്പിൻ്റെയാ, മഴയുടെയാ? മഴ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇത്രയും നാളും വെയിലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ചൂടാ ഇരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഒറ്റ ദിവസം ഒന്ന് മഴ പെയ്തു കഴിഞ്ഞപ്പം മഴയാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇനി മഴക്കാലമാണ്. ഇന്നത്തെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും ലാലേട്ടന് നേരുന്നു. എന്താ എല്ലാവരും ഒന്ന് സ്ട്രോങ് ആയിക്കേ. അപ്പം ലാലേട്ടന് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. അതുപോലെ തന്നെ ഓണത്തിന് റിലീഫാകുന്ന ഫത്തിൻ അന്തിക്കാട് മോഹൻലാൽ ടീമിൻ്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടന് എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊണ്ടാണ് അവർ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. അത് ഫത്തിൻ അന്തിക്കാടിൻ്റെ മറ്റുള്ള ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുമാറ് ഒരു ഫാമിലി മൂടി തന്നെയാണ് ചിത്രത്തിൻ്റെ പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ വേഷങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട മോഹൻലാലിൻ്റെ സ്റ്റൈലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുപോലൊക്കെയുള്ള സ്റ്റൈലാണ്. പക്ഷേ പോസ്റ്ററിന് എന്തൊക്കെയോ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ചിത്രം ഓണത്തിന് റിലീഫ് ആകാനിരിക്കുകയാണ്. ഓണത്തിന് നമുക്ക് ആഘോഷമാക്കാനുള്ള ചിത്രമാണ്. വിഷുവിന് തുടരും ആഘോഷമാക്കിയപ്പോൾ ഓണത്തിനെ ഹൃദയപൂർവ്വം ആക്കണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ വരുമ്പം കൃത്യമായിട്ടുള്ളൊരു ഏത് ലെവലിലുള്ള ചിത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പോസ്റ്ററൊന്നും ഒന്നും വിലയിരുത്തണ്ട. തുടരും ചിത്രത്തിൻ്റെ പോസ്റ്റർ ആദ്യമൊക്കെ സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിത്രം റിലീഫ് ചെയ്തപ്പം കാര്യങ്ങളുടെ പോക്ക് കണ്ടില്ലേ. അതുകൊണ്ട് ഒരു പോസ്റ്ററും നോക്കി നമുക്ക് സിനിമ ഏത് ഗണത്തിൽപ്പെടും എന്ന് നമുക്ക് ഒരു കാരണവശാലും പ്രവചിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഫത്തിൻ അന്തിക്കാടിൻ്റെ മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് ചില പ്രത്യേകതകളുള്ള സിനിമയാണ് ഈ ചിത്രമെന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ തുടരും എന്ന ചിത്രം ഈ കഴിഞ്ഞ ദിവസവും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പം ഉച്ച കഴിഞ്ഞ് ഇത് പുറത്തു വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും തുടരും, അതിൻ്റെ ഓട്ടം തുടരുക തന്നെയാണ്. അപ്പം 1 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഇന്നുകൊണ്ട് ഏകദേശം 13 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നു. കേരളത്തിൽ വേൾഡ് വൈഡായിട്ട് ഏകദേശം 27 കോടിയിലേക്ക് ഈ ചിത്രം കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം ഉച്ചയ്ക്ക് അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നതിന് ശേഷം നമ്മൾ ഇടുന്നതാണ്. അതുപോലെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ ചിത്രവും ഏകദേശം 70 ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെ കളക്ഷൻ നേടിയിരിക്കുന്നത്. അപ്പം ദിലീപിൻ്റെ ചിത്രം 10,98,00,000 രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയതായിട്ട് കാണിക്കുന്നു. ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്ന 12,65,00,000 ഓവർസീസ് കളക്ഷൻ കാണിക്കുന്നത് 4,07,00,000. 4,07,00,000 എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ച എങ്ങനെ പുറത്ത് വന്ന കണക്കാണ്. അതിനുശേഷം ഇതിൻ്റെ കളക്ഷൻ കൂടിയിട്ടില്ലേ അറിയില്ല. ഏതായാലും അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 17,35,00,000 രൂപയാണ് ഇത് കളക്ട് ചെയ്തതായിട്ടാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ചില പ്രേക്ഷകർ നമുക്ക് ദിലീപിനോട് എന്തോ വിരോധമുണ്ടെന്ന് നമ്മുടെ വാക്കുകളിൽ അറിയാൻ പറ്റുമെന്നതാണ്. അതാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകൾ തന്നെ അവർ നോട്ട് ചെയ്താണ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം വളരെ നല്ലത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുകയാണ്, എനിക്ക് ദിലീപിനോട് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള കണക്കുകളും വിവരങ്ങളുമാണ് നമ്മൾ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇടുന്നത്. ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടാമെന്ന് തോന്നുന്നു, ചിലപ്പം കുറയാം. അതൊക്കെ ഓരോ ട്രാക്കർമാർ നമുക്ക് നൽകുന്ന കണക്കുകളാണ്. അല്ലാതെ ഓരോ തിയേറ്ററിൽ പോയി ആളുണ്ടോ, എത്ര പേര് വന്നു എന്നൊന്നും നോക്കി നമുക്ക് ടിക്കറ്റിൻ്റെ എണ്ണം എടുക്കാൻ പറ്റില്ല. അതുപോലെ ബുക്ക് മൈ ഷോ നോക്കിക്കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. അതും പ്രകാരം തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ദിലീപിനോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. അതുപോലെ നമ്മുടെ പടക്കളം എന്ന ചിത്രം ഈ വമ്പൻ ചിത്രങ്ങൾക്കിടയിൽ പിടിച്ചിരുന്ന ഒരു കൊച്ചു ചിത്രം എന്ന് പറയുന്നു. പൊട്ടിച്ചിരിക്കാനും പൊട്ടിച്ചിരിപ്പിക്കാനുമുള്ള ഒരു ചിത്രമായിരുന്നു പടക്കളം. അങ്ങനെ പടക്കളം 9 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ഇന്നലെ നേടിയിരിക്കുന്നത്. അങ്ങനെ പടക്കളം
9.5 കോടി കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ടാണ് അറിയുന്നത്. വേൾഡ് വൈഡ് ഈ ചിത്രം 13.5 കോടിയെങ്കിലും നേടിക്കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 11 കോടി രൂപയാണ്. പിന്നെ സർക്കിട്ട് എന്ന് പറഞ്ഞ ചിത്രത്തെ പറ്റി ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെയും 3 ലക്ഷം രൂപ മാത്രമാണ് ഈ ചിത്രം നേടിയത്. അതുപോലെ നമ്മുടെ സംശയവും ലവ്ലി ഈ 2 ചിത്രങ്ങൾ, സംശയത്തിന് 43 ലക്ഷം രൂപയാണ് ഗ്രോഫായിട്ട് കാണിക്കുന്നത്. അതുപോലെ ലവ്ലി എന്ന് പറയുന്ന ചിത്രം ഏകദേശം 93 ലക്ഷം രൂപ വേൾഡ് വൈഡിൽ നിന്ന് കിട്ടിയതായിട്ട് പറയും. ഇന്ത്യ ഗ്രോഫായിട്ടായിരിക്കും 93. എനിക്ക് തോന്നുന്നു വേൾഡ് ഓർഫീസ് കളക്ഷനൊന്നും ഇതിൻ്റെ കൃത്യമായിട്ട് പുറത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, എല്ലാം തണുത്ത പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നാളെ പുതിയ പുതിയ ചിത്രങ്ങൾ റിലീസ് ആവുകയാണ്. ടൊവിനോ വരുന്നു, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ വരുന്നു. അപ്പം തിയേറ്ററിൽ നിന്ന് ഇളക്കി മറിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോഴും തുടരും ഇവിടെ തന്നെ കാണും കേട്ടോ. അതിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. തുടരും ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിങ് നോക്കുമ്പം 1300 ടിക്കറ്റാണ് മണിക്കൂറിൽ ഈ ചിത്രം വിറ്റുപോകുന്നത്. അപ്പം കൃത്യമായിട്ട് 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഉള്ള ഒരേ ഒരു മലയാള സിനിമയേ ഉള്ളൂ ഇപ്പോഴും, അത് തുടരും മാത്രമാണ്. 1300 ടിക്കറ്റ് ഇപ്പോഴും ഇത് വിറ്റ് മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ പ്രിൻസും പടക്കളവും 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 24 മണിക്കൂർ ട്രെൻഡിങ് ആണ് കാണിക്കുന്നത്. അതും പ്രകാരം പ്രിൻസിന് 14,670 ടിക്കറ്റ് വിറ്റു 24 മണിക്കൂർ കൊണ്ട്. പടക്കളം 14,180 ടിക്കറ്റ് വിറ്റു. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ പ്രിൻസിൻ്റെ ടിക്കറ്റ് വിൽപ്പനയിൽ ഇടിവ് കാണിക്കുന്നുണ്ട്. ഇപ്പം 18 ഒക്കെ ഉള്ളത് 14,670 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പടക്കളം അത് മേക്കപ്പ് ചെയ്തും മാനേജ് ചെയ്ത് പോകുന്നു. സ്റ്റഡി ടിക്കറ്റ് വിൽപ്പന തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഏകദേശം 14,180 ടിക്കറ്റ് വിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഈ 2 ചിത്രങ്ങളും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ തുടരും എന്ന ചിത്രത്തിന് ഇന്ന് 1 കോടിക്ക് താഴെയുള്ള കളക്ഷൻ ആയിരിക്കാം ചിലപ്പം ലഭിക്കാൻ പോകുന്നത്. ചിലപ്പം ലഭിച്ചു കഴിഞ്ഞിട്ട് ഒന്നും പറയരുത്, അതുകൊണ്ടാണ് പറയുന്നത് ചിലപ്പം എന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെല്ലാം എപ്പോഴും സഫലമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വയ്യ. അപ്പം നാളെ 2 ചിത്രങ്ങൾ, നരിവേട്ട ടൊവിനോയുടെ, ഡിക്റ്റി ഉജ്ജ്വലൻ. അപ്പം ഇതിൻ്റെ 2ൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ധ്യാൻ ശ്രീനിവാസനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ. പക്ഷേ സിനിമകൾ ആകെപ്പാടെ പൊളിയാണ്. പക്ഷെ നാളെ ഒരു വരവ് വരും ധ്യാൻ ശ്രീനിവാസൻ എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. അതിനുവേണ്ടി കാത്തിരിപ്പാണ്. അപ്പം നാളെ പുതിയ ചിത്രങ്ങൾ റിലീഫുണ്ട്. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ആഘോഷം തുടങ്ങിയല്ലേ? എന്താ എല്ലാവരും ഇവിടെ ഉണർവില്ലാതിരിക്കുന്നത്? തുടങ്ങുകയല്ലേ? അപ്പം നമ്മൾ പുതിയ വീഡിയോകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം. ഓക്കെ.